പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. നാളെ നടക്കാൻ പോകുന്ന കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് പ്രീമിയം ലൈവ് ഇവൻറ്റ് സൗദി അറേബ്യയിൽ വെച്ചിട്ടുള്ള ഷോ ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച രാത്രി 10 മുതലാണ് നമുക്ക് ഇന്ത്യൻ സമയം ഈ ഒരു ഷോ ലൈവായി കാണാൻ സാധിക്കുക. നമുക്ക് സോണി ലിവ് എന്ന് പറയുന്ന സ്ട്രീമിങ്ങിലൂടെ ഇത് ലൈവായി കാണാൻ സാധിക്കും. അതുപോലെ സോണി ചാനലുകൾ വഴി TV-യിലും കാണാൻ സാധിക്കും. ജിയോ TV-യിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. ഇനി വെബ്സൈറ്റുകൾ മുഖാന്തരം കാണാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർക്ക് വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന ഈ തേർഡ് പാർട്ടി സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് ആ ഒരു ലൈവ് തുടങ്ങുന്ന സമയത്തുള്ള സെർവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷോ ലൈവ് കാണാനും സാധിക്കും. ഇതിനോടകം തന്നെ 5 മത്സരങ്ങളാണ് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിൽ മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ബെക്കി ലഞ്ച് ലിവ് മോർഗനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. മത്സരത്തിൽ ബെക്കി ലഞ്ചിന് തോൽക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു മത്സരമാണ്. കാരണം ലിവ് മോർഗൻ്റെ റിവെഞ്ച് ടൂർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് നിലവിൽ ലിവ് മോർഗൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ബെക്കിക്കെതിരെ പരാജയപ്പെട്ടാൽ ആ സ്റ്റോറി തുടങ്ങിയതിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ലിവ് മോർഗൻ പുതിയ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻ ആകുന്നതായിരിക്കും മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെൻ, ബ്രോൺസൺ റീഡ്, ജാഡ് ഗാബിൾ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ട്രിപ്പിൾ ത്രെറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. മത്സരത്തിൽ സാമി സെൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ സാമി സെൻ റസൽമീനിയയിലാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത്. അതിനുശേഷമുള്ള സാമി സെൻ്റെ ഏറ്റവും ബിഗ് മാച്ചാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ട്രിപ്പിൾ ത്രെറ്റ്. അപ്പോൾ ആദ്യ വലിയൊരു മത്സരത്തിൽ തന്നെ സാമിയെ പരാജയപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെയും അദ്ദേഹത്തെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ആ അണ്ടർഡോഗ് സ്റ്റോറി ലൈനെയും നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ബ്രോൺസൺ റീഡിനെ പിൻ ചെയ്തിട്ടായിരിക്കും സാമി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തേത് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തെ സംബന്ധിച്ചാണ്. ഇന്ന് രാവിലെ ട്രിപ്പിൾ എച്ച് ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തേക്ക് വിട്ടു. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ വിജയിക്കുന്നവരും കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ വിജയിക്കുന്നവർക്കും ഈ വിജയിക്ക് സമ്മർ സ്ലാമിൽ ഒരു ഗ്യാരണ്ടീഡ് ടൈറ്റിൽ വേൾഡ് ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്നാണ് ട്രിപ്പിൾ എച്ച് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ വാൽക്കീരിയ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഇനി നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നയ ജാക്സും ബിയാങ്ക ബെലേറും തമ്മിൽ കളിക്കുന്ന സെമി ഫൈനലിൽ വിജയിച്ചു വരുന്ന റെസ്ലർ ലൈറ വാൽക്കീരിയയെ നേരിടും. അതിൽ വിജയിക്കുന്ന റെസ്ലർ ആയിരിക്കും ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു പ്രൊഡിക്ഷനായി പറയുന്നത് ബിയാങ്ക ബെലേറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നയ ജാക്സ് ഫൈനലിലേക്ക് എത്തും. അതുപോലെ തന്നെ ലൈറ വാൽക്കീരിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടും നയ ജാക്സ് ക്വീൻ ആകുന്നതായിരിക്കും മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുക. അഞ്ചാമത്തെ മത്സരം കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. അതായത് ഗിന്ദർ ജെയൂസയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് ഓൾറെഡി യോഗ്യത നേടിയിട്ടുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന സെമി ഫൈനൽ മത്സരത്തിൽ ടാമ ടോങ്കയെ റാൻഡി ഓർട്ടൺ പരാജയപ്പെടുത്തുകയും റാൻഡിയും ഗിന്ദറും തമ്മിലുള്ള ഒരു ഫൈനൽ മത്സരവും നമുക്ക് കിങ് ഓഫ് ദ റിംഗിൻ്റെ ഫൈനൽ മത്സരമായി കാണാൻ സാധിച്ചേക്കാം. ആ മത്സരത്തിൽ ഗിന്ദർ വിജയിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം റാൻഡി ഒരു വെറ്ററൻ റെസ്ലർ ആയതുകൊണ്ട് തന്നെ ഗിന്ദറിനെ വിജയിപ്പിച്ച് ഒരു ഫ്യൂച്ചർ വേൾഡ് ചാമ്പ്യൻ എന്നുള്ളൊരു രീതിയിലേക്ക് അവർക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. പക്ഷേ റാൻഡി ഓർട്ടനെ ക്ലീനായി പരാജയപ്പെടുത്തുമോ എന്നുള്ളത് സംശയമുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ നമുക്ക് ആ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ തന്നെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും എൻ്റെ പ്രൊഡിക്ഷൻ ഗിന്ദറിൻ്റെ ഒപ്പമാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെയും WWE കൺഫേം ചെയ്തിട്ടുള്ളതിൽ ഈ ലാസ്റ്റത്തെ മത്സരം എന്ന് പറയുന്നത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ ഒരു മത്സരത്തിൽ കോഡി റോഡ്സിന് തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പങ്കുവെക്കാനുള്ള മറ്റൊരു പോയിന്റ് അങ്കിൾ ഹൗഡിയുടെ ഒരു അപ്പിയറൻസോ അല്ലെങ്കിൽ വൈറ്റ് 6 എന്ന ഫാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു റെസ്ലറിൻ്റെ അപ്പിയറൻസോ നമുക്ക് ഈ ഒരു കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള അപ്ഡേറ്റുകളാണ് QR കോഡിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്കിൾ ഹൗഡിയുടെ പ്രസൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഒരു വമ്പൻ ഒരു ഷോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും മികച്ചൊരു ഷോ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ മത്സരങ്ങൾ കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ ഒരു അപ്ഡേറ്റും ഞാൻ നാളെ നിങ്ങളിലേക്ക് എത്തിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.